കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട അത്യാഹിത വിഭാഗം തുറക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അപകടത്തിലായ ബ്ലോക്കിലെ അറ്റകുറ്റപ്പണിയിൽ ചില പോരായ്മ അഗ്നിരക്ഷാസേനയുടെ പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ഉടൻ പരിഹരിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടില്ല. 2 തവണ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് അടച്ചിട്ട അത്യാഹിത വിഭാഗം തുറക്കുന്ന കാര്യത്തിലാണ് തീരുമാനം നീളുന്നത്. 1 മുതൽ 4 വരെയുള്ള നിലകൾക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സമ്മതപത്രം ലഭിച്ചു കഴിഞ്ഞു. PWD വിഭാഗത്തിന്റെ പണികളും പൂർത്തിയായി. കത്തിനശിച്ച MRI UPS യൂണിറ്റിന്റെ നവീകരണ പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പരിശോധന നടത്തിയ അഗ്നിരക്ഷാസേന ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. പ്രഷർ ലൈനിലെ തകരാറുകൾ കണ്ടെത്താനാണ് നിർദ്ദേശം നൽകിയത്. പ്രഷർ തോത് ദേശീയ അംഗീകൃത നിലവാരത്തിൽ നിലനിർത്താനുള്ള സാങ്കേതിക ജോലികളും നടന്നുവരികയാണ്. ഇത് പൂർത്തിയായാൽ മാത്രമേ അഗ്നിരക്ഷാസേനയിൽ നിന്നും നിരാക്ഷേപപത്രം ലഭിക്കുകയുള്ളൂ. എന്നാൽ തീപിടുത്തമുണ്ടായി 3 മാസം കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. മെയ് മാസം 2-ാം തീയതിയും 3-ാം തീയതിയുമാണ് അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. പഴയ കെട്ടിടത്തിലാണ് അത്യാഹിത വിഭാഗം ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ജനം, കോഴിക്കോട്.